എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഇഡ്ഡലി ബജി. അപ്പോൾ ഇഡ്ഡലി ബജിയുടെ റെസിപ്പി അവതരിപ്പിക്കുന്നത് ഞാനല്ല, എൻ്റെ വൈഫ് അമ്പിളിയാണ്. അപ്പോൾ ഇനി കേൾക്കുന്ന ശബ്ദവും അമ്പിളിയുടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി ബജിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 or 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കടലമാവ്. അത് ഞാൻ 1 ടീക്കപ്പാണ് എടുത്തിരിക്കുന്നത്, ഇതിൽ നിറച്ച് ചായ കുടിക്കുന്ന കപ്പിൽ. പിന്നെ മൈദമാവ്, അത് 1 ടേബിൾ സ്പൂൺ. മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനും എരിവിനനുസരിച്ച് ഇടാം. ആദ്യം തന്നെ ഞാനിതിൽ കടലമാവും മൈദമാവും അത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഉപ്പൊക്കെ നമുക്ക് നമ്മുടെ എരിവിൻ്റെയും ടേസ്റ്റിൻ്റെ അനുസരിച്ച്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ടാൽ മതി, അവരുടെ എരിവിനനുസരിച്ച് നമ്മൾ അത് ഇടാം. അതുകൊണ്ടാണ് ഞാനിതിൽ അളവൊന്നും പറയാഞ്ഞത്. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഇടാം. മുളക് പൊടി കുറച്ച് കൂടിക്കോട്ടെ, എരിവുണ്ടെങ്കിൽ ആ ബജിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഉപ്പ്. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി, അതൊരു 1/2 സ്പൂൺ അങ്ങനെ ഇട്ടാൽ മതി. കായത്തിൻ്റെ പൊടി ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഇത് നന്നായിട്ട് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അത് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കും വേണം. പിന്നെ കട്ട കെട്ടാനും പാടില്ല, കട്ട കെട്ടാതെ നോക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട്. അതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കൂടി വെള്ളത്തിൻ്റെ പോരായി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. അതുപോലെ 1 തണ്ട് വേപ്പിൻ്റെ ഇല നന്നായി നുള്ളിയിടുക. ഇത് കുട്ടികളെ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് അരിഞ്ഞിട്ടാലും മതി, അല്ലെങ്കിൽ അത് ഇവർ കാണുമ്പോൾ അത് എടുത്ത് കളയും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ടി വേണം, അല്ലെങ്കിൽ ഇഡ്ഡലിയിൽ മാവ് ശരിക്കും പിടിക്കില്ല. കണ്ട, ഇതുപോലെ നല്ല കട്ടി വേണം. ഞാൻ അത് മാറ്റി വെച്ചു. ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണത്തിനെ 6 പീസാക്കിയിരിക്കുകയാണ്. നടുമുറിച്ചിട്ട് ഒരു പീസിനെ 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് മാവിലിട്ട് വയ്ക്കാം. അത് എന്നാലാണ് നന്നായിട്ട് ആ മാവ് ഇഡ്ഡലിമ പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പീസ് സ്പൂണിലാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ബജിക്ക് കുറച്ച് കട്ടി കിട്ടും ചെയ്യും സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ. ഇത് ഞാൻ ആദ്യമായിട്ട് ബജി ഉണ്ടാക്കിയത് മൂത്ത മോൻ ചെറുതായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ അവൻ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ആരും കഴിക്കില്ല. അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ മോന് ബജികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നാൽ ഇഡ്ഡലി കൊണ്ട് ഒരെണ്ണം ബജി ഉണ്ടാക്കിയാലോ തോന്നി. അങ്ങനെ ചെയ്തതാണ്. പക്ഷെ എന്തായാലും അത് സക്സസ് ആയിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ 2 പേരുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബജിക്കുള്ള ഇഡ്ഡലി ആദ്യം തന്നെ മാറ്റി വയ്ക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. ഇവിടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് ഇത് അധികം കളറാവരുത്, അത് ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ നമുക്കിത് തക്കാളി ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ തക്കാളി സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല, അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ അത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്.
അപ്പോൾ കണ്ട കളർ കണ്ടില്ലേ, ഇതുപോലെ വരണം, അധികം ഡാർക്ക് ആവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്കിത് ഇത് കോരിയെടുക്കാം. അപ്പം ഇനി രാവിലത്തെ ഇഡലി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സൊല്യൂഷനായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഞാനിപ്പോൾ അത് കോരിയെടുക്കുകയാണെങ്കിൽ ഇത് കണ്ട നല്ല ഭംഗിയായിട്ട്, ഷേപ്പൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്വാദുമാണ്. ഇതിൻ്റെ നടു പൊട്ടിച്ചപ്പോൾ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നടുവിൽ വെള്ളയും ചുറ്റുവശം വേറെ കളറായിട്ട്. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോയ്ക്ക് കമന്റും ഷെയർ മറക്കണ്ട. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.